ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഴിപ്പൊറോട്ട റെസിപ്പി ആയിട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ എടുക്കുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി വേണ്ടവർ ഒന്ന് എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് 2 വാഴയിലയാണ്. അപ്പോൾ ഞാൻ വാഴയില വാട്ടുന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് വാട്ടാതെ എടുക്കുമ്പോഴാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കീറി പോകുമ്പോൾ അതിലെ ഗ്രേവി ഒന്നും പുറത്ത് പോകണ്ടായി വിചാരിച്ചിട്ട് ഞാൻ അടിയിലൊരു ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ മേലെയാണ് ഈ വാഴയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വലുതും ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഈ വാട്ടാതെ ചിലർ വാട്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങ് കിഴി കെട്ടാൻ പറ്റും. പിന്നെ വാട്ടാതെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ കീറിപ്പോവും പെട്ടെന്ന് ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഞാനൊരു പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ ചിക്കനും ഗ്രേവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കിഴിപ്പൊറോട്ട ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തു, വെല്ലുള്ളിയില്ലേ അത് കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയുടെ ഇല, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ടൊമാറ്റോ അല്ലേ നമ്മൾ ഒട്ടന അരിഞ്ഞിട്ടുള്ള ടൊമാറ്റോ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലെയർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും താഴെയാണ് കൂടുതൽ ഗ്രേവി ഒക്കെ ചെയ്തിട്ടുള്ളത്. മേലക്ക് ഗ്രേവി കുറച്ച് കുറവാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഒരു 8 പൊറോട്ട എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് എല്ലാവർക്കും ഒരൊറ്റ കിഴിയുന്ന എല്ലാവർക്കും കഴിക്കാൻ താല്പര്യം. എല്ലാവരും കൂടി ഇരുന്നിട്ട് വട്ടിട്ടിരുന്നിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ഒരൊറ്റ കിഴിയിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ ഒരു ദോശക്കല്ല് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഇത് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇലയിലും കോക്കനട്ട് ഓയിൽ ഒന്ന് തടവിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാക്കിയെടുക്കാൻ അധികം സമയമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് ആവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ നമ്മളുടെ കിഴിപ്പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ കറിയിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് അങ്ങനത്തെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ കിഴിപ്പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ എൻ്റെ റെസിപ്പി നോക്കിയിട്ട് നിങ്ങളിത് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയട്ടെ. ഞാൻ അതുവരെ ആരും അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല. ഇത് എൻ്റേതായൊരു പ്രിപ്പറേഷനാണ്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയൂട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ.